മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിനെതിരെ പ്രമേയവുമായി സമസ്ത. സജി ചെറിയാൻ മാപ്പ് പറയണമെന്നും മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്നും സമസ്ത പൈതൃക സമ്മേളനത്തിൽ പ്രമേയം. പാണക്കാട് സമ്മേളനത്തിൽ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന ദുഷ്ശക്തികളുടെ ശബ്ദമായി മാറുന്ന സജി ചെറിയാൻ മതേതര പ്രദേശത്ത് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടപ്പെട്ട വ്യക്തിയാണെന്നും കേരളീയരെ അപമാനിച്ചിട്ടുള്ള തന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, എന്താണ് സജി ചെറിയാന്റെ പ്രസ്താവനയിൽ സമസ്തയുടെ നിലപാട്? നേരത്തെ സംസ്ഥയുടെ മുഖപത്രം ഇന്ന് രാവിലെ എഡിറ്റോറിയലും ഈ സജി ചെറിയാനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നത് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാത്രിയോടുകൂടി പാണക്കാട് നടന്ന സംസ്ഥയുടെ പൈതൃക സമ്മേളനത്തിൽ ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നും ഈ പൈതൃക സമ്മേളനം ആവശ്യപ്പെട്ടു. സമാധാനത്തിനും സാഹോദര്യത്തിനും കേളികേട്ട കേരളക്കരയിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുന്ന ദുശക്തികളുടെ ശബ്ദമായി സജി ചെറിയാൻ മാറി. മതേതര പ്രദേശത്ത് മന്ത്രിയായി തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ലാതെ മാപ്പ് പറയണം, മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പാണക്കാട് നടന്ന സമസ്ത പൈതൃക സമ്മേളന പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചത്. SYSന്റെ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി കൂടെ ആയിട്ടുള്ള ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ശരി ജംഷീർ.